കൊണ്ടുവരാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നാം പഠിച്ച് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ശത്രു കള വിതയ്ക്കുന്ന കളങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കളമെന്ന് പറയുന്നത് ശുശ്രൂഷക ബന്ധങ്ങൾക്കകത്താണ് ശത്രു കള വിതയ്ക്കുന്നത്. അത് അപ്പോസ്തലന്മാരെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാനിടയായി. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു കൊണ്ടുവരുന്ന ഭാഗം പ്രവാചകന്മാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന പ്രവാചക ശുശ്രൂഷ വൃന്ദത്തിനകത്ത് പിശാച് അല്ലെങ്കിൽ ശത്രു കള വിതച്ചൂടെ ദൈവസഭയ്ക്ക് ദൈവമക്കൾക്ക് ദോഷം വരുത്താനായിട്ട് പിശാച് പരിശ്രമിക്കുന്ന പരിശ്രമങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. അതിനോടുള്ള ബന്ധത്തിൽ കള്ളപ്രവാചകന്മാരെ പരിശോധിക്കാനുള്ള മാർഗം എന്താണെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് 5 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. 6-ാമത്തെ കാര്യം ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാനായിട്ട് ഞാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് 6-ാമത്തെ ചിന്ത എവിടെ കാണാനായിട്ട് കഴിയും. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാരാകൊണ്ട് ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നില്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്ക് ഇതിനാൽ അറിയാം. ഇവിടെ യോഹന്നാൻ ഓർപ്പിക്കുന്ന 5-ാമത് കള്ളപ്രവാചകന്മാരെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ യഥാർത്ഥമായി ശുശ്രൂഷ ചെയ്യാത്ത അല്ലെങ്കിൽ യഥാർത്ഥ ആത്മാവിൽ ശുശ്രൂഷിക്കാത്ത ആളുകളെ തിരിച്ചറിയാനുള്ള മാർഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് തന്നെയാണ് യോഹന്നാൻ ഓർപ്പിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അധിവാസത്തിലൂടെ നമുക്ക് കള്ളനാണയങ്ങളെ തിരിച്ചറിയാനായിട്ട് സാധിക്കുമെന്നതാണ് യോഹന്നാൻ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം. കാരണം നമുക്കറിയാം, 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴും അത് തന്നെയാണ് യോഹന്നാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുകയും. ആത്മാക്കളെ ശോധന ചെയ്യുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ജ്ഞാനം കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ നമ്മുടെ പാണ്ഡിത്യം കൊണ്ടോ സാധിക്കത്തില്ല. ആത്മാവിനെ തിരിച്ചറിയണമെങ്കിൽ ആത്മാവ് കൊണ്ട് മാത്രമേ സാധ്യമാകത്തുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അതിപ്രധാനമായൊരു വസ്തുത. നമുക്കറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ദൈവം മനുഷ്യനെ ത്രൈകോട്ടമി ആയിട്ടാണ് സൃഷ്ടിച്ചത്. ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങളോടുകൂടെ 3 പോർഷൻസ് 3 ഭാഗമായിട്ടാണ് മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത്. അതിൽ നമുക്കറിയാം, ദേഹം എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകവുമായിട്ട് ബന്ധപ്പെടാനുള്ള തലം. ഈ ലോകത്തിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നതും തൊടാൻ കഴിയുന്നതും എടുക്കാൻ കഴിയുന്നതും സ്പർശിക്കാൻ കഴിയുന്നതുമായ എല്ലാ മേഖലകളെയും ബന്ധപ്പെടാനുള്ള മാർഗമാണ് നമ്മുടെ ദേഹം അല്ലെങ്കിൽ നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. അത് കൈകൊണ്ടോ കാലുകൊണ്ടോ കണ്ണുകൊണ്ടോ സ്പർശനം കൊണ്ടൊക്കെ നമുക്ക് ലോകവുമായിട്ട് ബന്ധപ്പെടുന്നത് ശരീരത്തിന്റെ ദേഹം എന്ന് പറയുന്ന ആ ഒരു പോർഷനാണ്. 4 ഭാഗമാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത്. 2-ാമത്തെ അതിപ്രധാനമായ ഭാഗം എന്ന് പറയുന്നതാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്. ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ദൈവം ആത്മാവാകുന്നു എന്ന തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നു. ആത്മീകമായ എല്ലാ കാര്യങ്ങളും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട സകല കാര്യങ്ങളും തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും ആത്മാവ് കൊണ്ടാണ്. അപ്പൊ ആത്മീകർക്ക്, അതുകൊണ്ട് പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം എഴുതുമ്പോൾ പറയുന്നത്, ആത്മീകരോ സകലത്തെയും വിവേചിക്കുന്നു, അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. അവനെ ആരും വിവേചിക്കേണ്ട ആവശ്യകതയില്ല. കാരണം ഒരാത്മീകൻ എന്ന് പറയുമ്പോൾ ആത്മാവിനാൽ ഭരിച്ച് നടത്തപ്പെടുന്നവൻ എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ നമ്മൾ ഒറ്റ വാക്കിൽ പറയാവുന്ന അർത്ഥം. ആത്മീകൻ ആരാന്ന് ചോദിച്ചാൽ ആത്മാവിനാൽ ഭരിച്ച് നിയന്ത്രിക്കപ്പെട്ട് ആത്മാവിന്റെ നിയന്ത്രണത്തിലും ആത്മാവിന്റെ നിയോഗത്തിലും നടക്കുന്നവൻ. അല്ലാതെ അന്യഭാഷ പറയുന്നവനെ ആത്മീകനെന്നല്ല തിരുവെഴുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പ്രാർത്ഥിക്കുന്നവനോ വചനം പ്രസംഗിക്കുന്നവനോ വചനം കേൾക്കുന്നവനോ ഒന്നും അതല്ല. അതൊക്കെ നമുക്ക് ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആത്മീകൻ എന്ന് പറയുന്നത്
വളരെയധികം വിവേചനത്തോട് വിവേചിച്ച് കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ആത്മീകമായത് സ്വീകരിച്ച് അനാത്മീകമായത് ഉപേക്ഷിക്കാൻ പ്രാപ്തനും കഴിവുമുള്ള ആളുകളെയാണ് ആരെന്ന് വിളിക്കുന്നത്? ആത്മീകൻ എന്ന് വിളിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് പൗലോസ് ദൈവസഭയ്ക്കകത്തുള്ള ആളുകളെ 3 കാറ്റഗറി തിരിക്കാനുള്ള കാരണം അതാ. ആത്മീകരെന്ന് വിളിക്കുന്നു, പ്രാകൃതൻ എന്ന് വിളിക്കുന്നു, ജഡീകൻ എന്ന് വിളിക്കുന്നു. നമുക്കറിയാം പ്രാകൃതൻ ആരാണെന്ന് വളരെ വ്യക്തമാണ്. ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാൻ കഴിയാത്തവരെല്ലാം പ്രാകൃതനാണെന്നാണ് പൗലോസ് പറയുന്നത്. അതുപോലെ തന്നെ ജഡീകൻ ആരാണെന്ന് പൗലോസ് പറയുന്നു. ആത്മീക വളർച്ച പ്രാപിക്കാതെ ഇന്നും ശൈശവാവസ്ഥയിലായിരിക്കുന്ന ആളുകൾ. അവർക്ക് കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കാൻ പ്രാപ്തരായിട്ടില്ല. അവർക്ക് ഇപ്പോഴും പാലാണ് ആവശ്യം. എബ്രായ ലേഖനം വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് പൗലോസ് ഓർപ്പിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്? ആത്മീകത എന്ന് പറയുന്ന, ആത്മാവ് എന്ന് പറയുന്ന ആ രണ്ടാമത്തെ പ്രധാന ഭാഗത്തിന്റെ ആയിട്ടുള്ള ബന്ധമനുസരിച്ചാണ് ഈ ഏത് നിലവാരത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കപ്പെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന് സാരം പൗലോസ് അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തില് അത് പറഞ്ഞു വരുമ്പോൾ ആത്മീകനോ സകലത്തെയും എന്ത് ചെയ്യുന്നു? വിവേചിക്കുന്നു. അപ്പൊ ഒരു ആത്മീകന് മാത്രമേ ആത്മീകപരമായ കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവുള്ളൂ. അപ്പൊ ഇന്ന് നമ്മുടെ ഇടയിൽ നമ്മൾ ഒരു പരിഭവം പറഞ്ഞൊരു കാര്യം അതാ. ഇന്ന് ആര് വന്നാലും നമുക്ക് വിവേചിച്ച് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ ഒന്നും എന്തില്ല, കഴിവില്ല. അതിനർത്ഥം എന്താ? ആത്മീകര് ദൈവസഭയ്ക്കകത്ത് ദൈവജനത്തിനിടെ വളരെ തുലവും കുറവാണെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അല്ലാതെ വേദപുസ്തകം അറിയാഞ്ഞിട്ടല്ല, വേദപുസ്തകം അല്ലെങ്കിൽ തിയോളജിക്കൽ പഠനം ഇല്ലാത്തവരല്ല, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ആത്മീകരുടെ എണ്ണം ഇന്ന് ശുശ്രൂഷകന്മാരുടെ ഇടയിലും വിശ്വാസികളുടെ ഇടയിലും വളരെ കുറവായതുകൊണ്ട് ഇന്ന് പല കള്ളനാണയങ്ങളെയും തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ പോകുന്നത് നമ്മുടെ ആത്മീകതയുടെ അഭാവമാണ്. അത് ആത്മീകതയുടെ അഭാവം ഉണ്ടാകുന്നത് എവിടെയാണ്? ആത്മീകത എപ്പോഴും നമ്മുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഗമാണ്. നമുക്കറിയാമല്ലോ, ശരീരത്തിന്റെ വളർച്ചയ്ക്കും ശരീരത്തിന്റെ പോഷണത്തിനും ഒക്കെ നമുക്ക് വായിലൂടെ അകത്തേക്ക് കൊണ്ടുചെല്ലുന്ന ആഹാര പദാർത്ഥങ്ങളും ആഹാര വസ്തുക്കളും അനിവാര്യമാണ്. അതുപോലെ നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്, ആത്മീക മനുഷ്യൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ആത്മീക മനുഷ്യന്റെ വളർച്ചയ്ക്ക് അതിന്റെ പോഷണം അതിന് ലഭ്യമാകണം. അത് ആത്മീകപരമായ കാര്യങ്ങളിലൂടെ മാത്രമേ ആത്മീയ മനുഷ്യന് വളർച്ച ഉണ്ടാകത്തുള്ളൂ. ആത്മീകത വളരുകയുള്ളൂ, ആത്മീകരിൽ പുരോഗതി പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം എന്ന് പറയുന്നത്, ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് കള്ളപ്രവാചകന്മാരും കള്ള അപ്പോസ്തലന്മാരും കള്ളവിശ്വാസികളും കള്ളയിടയന്മാരും കള്ള സുവിശേഷകന്മാരും ഒക്കെ ഇന്ന് ക്രൈസ്തവ ലോകത്തിനകത്ത് വളരെയധികം സ്വാധീനപ്പെട്ടിരിക്കുമ്പോൾ യഥാർത്ഥ ആത്മീകർക്ക് മാത്രമേ ആത്മാവിൽ അതിനെ തിരിച്ചറിയാനായി സാധിക്കൂ എന്നുള്ള യാഥാർത്ഥ്യമാണ് യോഹന്നാൻ നമ്മെ ആ വാക്യത്തിനകത്തോടെ ഓർപ്പിക്കുന്നത്. അവിടെ ഞാൻ ആ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പരിശോധിക്കുവീൻ, ടെസ്റ്റ് ചെയ്യുവീൻ എന്നാ. നമുക്ക് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുകയില്ല. വരച്ചു നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ആത്മാവിൽ മാത്രമേ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം ഇവനിൽ ഏതാത്മാവാണ് അവനിൽ വ്യാപരിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മില് ദൈവാത്മാവിനെ കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അതിനെ തിരിച്ചറിയാനായിട്ട് സാധ്യമാകത്തുള്ളൂ. ആ ഒരു യാഥാർത്ഥ്യമാണ് 1-ാമത്തെ വാക്യം മുതൽ തന്നെ യോഹന്നാൻ നമ്മെ ഓർപ്പിക്കുന്നത്. അതിന് ഒന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ, അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. അതും എന്താ പറയുന്നത്? എതിർ ക്രിസ്തുവിന്റെ ആത്മാവെന്ന സ്പിരിറ്റ് എന്ന് തന്നെയാ പറയുന്നത്. അപ്പൊ കള്ളപ്രവാചകന്മാരെ സ്വാധീനിക്കുന്നതും അവർക്ക് നിയോഗം നൽകുന്നതും അവർക്ക് അഭിഷേകം നൽകുന്നതും അവരെ ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നതും ആരാണ്? എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. അതാണ് ഈ കള്ള അപ്പോസ്തലന്മാരിലാണെങ്കിലും കള്ള പ്രവാചകന്മാരിലാണെങ്കിലും കള്ള വിശ്വാസികളിലാണെങ്കിലും കള്ള ഇടയന്മാരിലാണെങ്കിലും ഒക്കെ വ്യാപരിക്കുന്ന ആത്മാവ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. അതിപ്പോളെ ലോകത്തിലുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കള്ളപ്രവാചകനെയോ കള്ള അപ്പോസ്തലനെയോ കള്ള സുവിശേഷകനെയോ ഒക്കെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ പ്രസംഗം കൊണ്ട് തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിക്കണമെന്നല്ല. കാരണം നമ്മളെക്കാൾ നന്നായി ദൈവജനം അവരാണ് സംസാരിക്കുന്നത്, അല്ലെ? ഉപദേശം ഒന്നും മാറ്റി വെക്കുന്നൊന്നുമില്ല. അവരും ഉപദേശം പറയാറുണ്ട്, അവരും ദൈവവചനം തന്നെയാണ് പ്രസംഗിക്കുന്നത്. അവര് വചനം, അവർക്ക് വേറൊരു സുവിശേഷമോ വേറൊരു ബൈബിളോ ഒന്നുമില്ല. ഈ ബൈബിള്
യഥാർത്ഥമായ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നവർ ശുശ്രൂഷിക്കുന്നതിനെക്കാട്ടിലും വളരെ നന്നായി ശുശ്രൂഷിക്കുന്നവരാണ് ആര്? ഈ കള്ളനാണയങ്ങൾ എന്ന് പറയുന്നവരല്ല. പക്ഷെ ഇവരേത് ആത്മാവിലാണ് ശുശ്രൂഷിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് നാം പ്രാപിച്ച ദൈവാത്മാവിനാൽ മാത്രമേ നമുക്കതിനെ തിരിച്ചറിയാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് ഞാൻ പലപ്പോഴും അതിനെ കുറിച്ച് പറയുന്നൊരു കാര്യം, ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതിനെ തിരിച്ചറിയാനായിട്ടാണ്. ഒരുപാട് ഉപയോഗങ്ങളിൽ അതിപ്രധാനമായ ഒരു ഉപയോഗമാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമുക്കുള്ളത്. സത്യവിരുദ്ധമായ കാര്യങ്ങളെയും യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളെയും തിരിച്ചറിയാനായിട്ട് ഉള്ള ഏറ്റവും ഒരു പ്രയോജനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഇന്ന് പിന്നെ അതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാല് ഇന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വിശ്വാസികളും കുറവാണ്. ആത്മനിയോഗത്തിൽ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാരും ഇന്ന് കുറവാണ്. എല്ലാവർക്കും ഇന്ന് ഡിഗ്രിയും വിദ്യാഭ്യാസത്തിന്റെ ഒരുപാട് അക്ഷരങ്ങൾ ഇങ്ങനെ പേരിന്റെ അപ്പുറത്ത് എഴുതാനായിട്ട് ഉണ്ടെന്നുള്ളതല്ലാതെ ഇന്ന് യഥാർത്ഥമായി ദൈവാത്മാവിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആത്മനിയോഗത്തിലും ആത്മനിറവിലും ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാരുടെ എണ്ണവും വളരെ ഇന്ന് തുലവും വിരളമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളും ഇന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മനിയോഗത്തിൽ മുൻപോട്ട് ജീവിക്കുന്ന ദൈവമക്കളും ദൈവസഭകൾക്കകത്ത് കുറവായതുകൊണ്ട് ഇന്ന് പലതിനെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇന്ന് അതിന് വിരുദ്ധമായ രീതിയിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ഇങ്ങനെയുള്ള കള്ളനാണയങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ ഓരോ ദിവസവും ദൈവസഭയ്ക്കകത്ത് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമുക്ക് തിരിച്ചറിയാനുള്ള മാർഗം എന്താണ് ദൈവവചനം പറയുന്നത് എന്നതാണ് നമ്മുടെ ചിന്ത. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അധിവാസത്താൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താലും നിയന്ത്രണത്താലും നമുക്കതിന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി ഒടുവിലത്തെ പോയിന്റ് പറഞ്ഞാൽ ആ ഭാഗം അവസാനിപ്പിക്കാം. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ ഈ ലേഖനം തന്നെ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യോഹന്നാൻ പറയുന്ന ഒരു വാക്കുണ്ട്. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ വാക്ക് കേൾക്കുക എന്ന് പറയുന്നത് ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് സംസാരിച്ച് കേൾക്കുന്ന വാക്കുകളല്ലല്ലോ. നമ്മളൊന്ന് ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നത്, ദൈവം നമ്മോടിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവം നമ്മോടിന്ന് സംസാരിക്കുന്നത് ദൈവം സംസാരിച്ച വചനത്തിലൂടെ. അപ്പൊ ദൈവ വചനത്തിലൂടെയും നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം. കള്ളനാണയങ്ങളെ ദൈവവചനത്തിലൂടെയും നമുക്ക് പരിശോധിക്കാനായിട്ട് കഴിയും. അതിന് ദൈവം തന്നിരിക്കുന്ന വചനം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന വചനം പഠിക്കേണ്ടിയിരിക്കുന്നു. വചനം നന്നായി അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഗ്രഹിക്കുന്ന പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ പല കള്ളത്തരങ്ങളെയും കള്ളനാണയങ്ങളെയും വചനത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധ്യമാകത്തുള്ളൂ. അപ്പൊ വചനം എന്ന് പറയുന്നതും നമുക്ക് തന്നിരിക്കുന്നത് പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ മധ്യത്തിൽ ജീവിക്കാത്ത ആളുകൾ കടന്നു വന്നാൽ അവരെ തിരിച്ചറിയാനുള്ള ഒരു മാധ്യമം കൂടെയാണ് ദൈവത്തിന്റെ വചനം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ അത് ദൈവവചനത്തിന്റെ പ്രസക്തി, പ്രാധാന്യത നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി അതിന്റെ 5-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയും, യോഹന്നാന്റെ ലേഖനം 5:10 ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായകയാൽ അവനെ അസത്യവാദിയാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എന്താണ് യോഹന്നാൻ ഓർപ്പിക്കുന്ന കാര്യങ്ങള്. ദൈവ വചനം ഒരു വ്യക്തി പ്രസംഗിക്കുക, സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിനകത്ത് നമുക്ക് നമ്മുടെ ഇട്ട് പറയാനും അവകാശമില്ല. നമുക്ക് കുറെ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയും നമുക്ക് എന്തെങ്കിലും ചേർത്ത് പറയാനും അവകാശമില്ല. നമുക്കറിയാമല്ലോ, പൊതുവെ നമ്മൾ പറയുന്ന വാക്ക് വചനത്തോട് കൂട്ടാനും നമുക്ക് അവകാശമില്ല, കുറയ്ക്കുവാനും അവകാശമില്ല. ഒരു യഥാർത്ഥ പ്രസംഗകൻ, യഥാർത്ഥമായ ദൈവവചനം സംസാരിക്കുന്ന ഏതൊരു ശുശ്രൂഷകനും ദൈവവചനത്തെ പൗലോസോ തീമോഥെയോസിനോ കൊടുക്കുന്ന നിർദ്ദേശം പോലെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നവനായിരിക്കണം. വചനത്തോട് കൂട്ടാനും പാടില്ല, വചനത്തോട് കുറയ്ക്കുവാനും പാടില്ല. അപ്പം ദൈവവചനത്തിൽ നിന്ന് എന്തെങ്കിലും കുറച്ചുകൊണ്ട് സംസാരിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, അവൻ കള്ളനാണ്.
അല്ല ദൈവവചനത്തിൽ എന്തെങ്കിലും തന്റേതായ കയ്യിൽ നിന്ന് ചേർത്തുകൊണ്ട് സംസാരിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, വചനത്തിലൂടെ അതിനെ നമ്മൾ തിരിച്ചറിയണം. ഇതെന്തല്ല, ഒറിജിനൽ അല്ല, ഇത് വേറെ ആത്മാവിലാണ്, അല്ലെങ്കിൽ ഇത് കള്ള അപ്പോസ്തലനാണോ കള്ള പ്രവാചകനാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. 2 തീമോഥെയോസ് ലേഖനത്തിൽ ഒരു വാക്യം കൂടെ ഞാൻ അതിനോട് ചേർത്ത് വായിച്ചിട്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 2 തീമോഥെയോസ് അതിന്റെ 4-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായൊരു അധ്യായമാണ്. കാരണം പൗലോസ്, നമുക്കറിയാം, ഇത് അന്ത്യകാലഘട്ടത്തിൽ അല്ലെങ്കിൽ അന്ത്യകാലത്തിൽ ദൈവജനത്തിന്റെ ഇടയിൽ ദൈവസഭയുടെ മധ്യത്തിലൊക്കെ ഉരുത്തിരിയാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പൗലോസ് അത് എഴുതുന്നത്. എല്ലാ വാക്യത്തിലേക്കൊന്നും ഞാൻ വരുന്നില്ല. നമുക്കതിന്റെ 5-ാമത്തെ വാക്യം മുതൽ ഞാനൊന്ന് വായിക്കാം. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും, ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്ന പൗലോസ് പറയും. അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ 5-ാമത്തെ വാക്യത്തിന്റെ ആരംഭ പോർഷൻ വരെ പറയുന്ന കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് എന്ത് ചെയ്യണം? ഒഴിഞ്ഞിരിക്കണം. അവരുമായിട്ട് സംസർഗമോ ശുശ്രൂഷ സമ്പർക്കമോ ശുശ്രൂഷ ബന്ധങ്ങളോ ഉണ്ടാകാതിരിക്കുക. നമുക്കറിയാം തീമോഥെയോസിന് നൽകുന്ന നിർദ്ദേശനം. ഇത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും സഭയോടുള്ള ബന്ധത്തിലും നൽകപ്പെടുന്ന അതിപ്രധാനമായ ഒരു നിർദ്ദേശമാണ്. നമുക്കറിയാം ഈ തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ. ഇനി ശ്രദ്ധിച്ച് അടുത്ത വാക്യത്തിലേക്ക് വരട്ടെ. ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? വിട്ട് ഒഴിയുക. അടുത്ത അവരുടെ പ്രത്യേകത നോക്കിക്കണേ. വീടുകളിൽ നുഴന്ന് കടന്ന് പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്ക് അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു. സഹോദരിമാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ശുശ്രൂഷക വൃന്ദത്തിൽ 5 എണ്ണത്തിൽ ഒന്നേ ഉള്ളൂ. ഏതാ? അത് പ്രവാചകന്മാരാ. സഭയിലെ ശുശ്രൂഷകനോട് പല ദൈവമക്കൾക്കും വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ ഏതെങ്കിലും നാട് നിലത്തെണ്ട് കിടക്കുന്ന പ്രവാചകന്മാരോട് ഭയങ്കര ബന്ധങ്ങളും ഇടപാടുകളും വിളിയും പ്രാർത്ഥനയും ഓൺലൈൻ പ്രാർത്ഥനയും മറ്റു പ്രാർത്ഥനകളൊക്കെ ഉള്ള കൂട്ടത്തിലാണ് നമ്മുടെ വിശ്വാസികൾ എന്ന് പറയും, അല്ലെ? സഭയിലെ ശുശ്രൂഷകനോട് കുടുംബത്തിലൊരു വിഷയം വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ച് പറയത്തില്ല. പക്ഷെ വിളിക്കുന്ന ആരെയാ? ഇതുപോലെ കുറെ ഉടായ്പുമായിട്ട് നടക്കുന്ന കുറെ പ്രവാചകന്മാർ. ഇതിൽ ഏറിയ പങ്കും ആരാ അതിന്റെ പിൻപിൽ അടിമകളായി കിടക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരി സമാജമാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തിയോ തരതാഴ്ത്തിയോ പറഞ്ഞതല്ല, അതൊരു റിയാലിറ്റി ആയതുകൊണ്ട് പറഞ്ഞതാ. അത് പൗലോസ് പറഞ്ഞ വാക്ക് നോക്കിക്കുകയും, വീടുകളിൽ നുഴഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ നുഴഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നേരായ റൂട്ടിൽ വന്ന് കയറുന്നതല്ല, അല്ലെ? പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയുടെ അതിർത്തി കടന്ന് നുഴഞ്ഞു കയറുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ വാർത്ത കേൾക്കാറുണ്ട്. പട്ടാളക്കാർ കണ്ടാൽ അന്നേരം വെടിവെക്കും എന്ന് പറഞ്ഞാൽ എന്താ? നിയമാനുസൃതമല്ലാതെ നമ്മൾ പറയുന്നില്ല, പുറകത്തെ വാതിൽ വഴി ജനൽ വഴിയൊക്കെ കയറുന്ന പ്രകൃതക്കാരാണ് ഈ കൂട്ടത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. കാരണം ഒരു പ്രവാചകൻ വീട്ടിൽ വന്നാൽ നമ്മൾ ഓർക്കണം, സഭയിലെ പല ദൈവദാസന്മാരും അറിയാറില്ല, ഇല്ലേ? നമ്മൾ എന്ത് ചോദിക്കേ? ഏത് പ്രസ്ഥാനത്തിനും ഒരു റൂളുണ്ട്, ഒരു പ്രമാണമുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ഞങ്ങളൊക്കെ IPCയുടെ ശുശ്രൂഷകന്മാരായതുകൊണ്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ഒരു നിയമമുണ്ട്. ഒരു സഭയിൽ ആ സഭയിൽ ശുശ്രൂഷിക്കുന്ന കർത്തദാസൻ അല്ലെങ്കിൽ സഭയുടെ പാസ്റ്റർ അറിയാതെ ഒരു വിശ്വാസിയുടെ ഭവനത്തിലും മറ്റൊരു ദൈവദാസൻ കയറാൻ പാടില്ല. ഇനി അവിടെ മുൻപ് ശുശ്രൂഷിച്ചിട്ട് പോയ ദൈവദാസനാണെങ്കിൽ പോലും അന്നേരം ശുശ്രൂഷിക്കുന്ന ദൈവദാസന്റെ അനുമതിയോടുകൂടവേ ഒരു വീട്ടിൽ കയറാൻ പാടുള്ളൂ. നമ്മൾ ചിന്തിച്ചു നോക്കിയ സഭയും സഭയിലെ പാസ്റ്റർമാരും അറിയാതെ എത്രയോ വീട്ടുകളിൽ 2-3 ദിവസം രഹസ്യമായി പല പ്രവാചകന്മാരും വന്ന് പ്രാർത്ഥനകൾ നടക്കുന്നു. നിങ്ങളൊക്കെ ശുശ്രൂഷിക്കുന്ന സഭകൾക്കകത്തും വീടുകൾക്കകത്തും ഇതൊക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ കയറുന്നത്? പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നുഴഞ്ഞ കയറ്റമാണ്. ഇതൊന്നും നേരായ വാതിൽക്കകത്തൂടെ നേരായ പാതയിലൂടൊന്നും ഇതിനകത്ത് പ്രവേശിക്കുന്നതല്ല എന്നാണ് പൗലോസ് പറഞ്ഞു. അതൊക്കെ വീടുകളിൽ നുഴന്ന് കടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്ക് അധീനരായി എപ്പോഴും പഠിപ്പിച്ചിട്ടും ഒരിക്കലും, എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞു കൊടുത്താലും എത്ര ഉപദേശിച്ചാലും ഗ്രഹിക്കാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് നമ്മുടെ
സഹോദരി സമാജം എന്ന് പറയുന്നത്. അതാണ് പൗലോസ് അവിടെ എഴുതി നോക്കിയത്. എത്ര പഠിപ്പിച്ചിട്ടും പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ കണ്ടോ, പരിജ്ഞാനം പ്രാപിക്കാതെ. അപ്പൊ നിങ്ങൾ ഈ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത കുറച്ച് സ്ത്രീകളുടെ കാര്യം അല്ല, ഇത് ടോട്ടൽ, ഇത് മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. അത് ആ സൃഷ്ടിയിൽ തന്നെ അത് അങ്ങനെയാണെന്നുള്ള കാര്യമാണ് ദൈവവചനം പറഞ്ഞാൽ. കാരണം നമ്മള് വേദപുസ്തകത്തിൽ പറയുമ്പോൾ സഹോദരിമാരെ കുറിച്ച് പറയുന്നത് എന്താണ്? അവരാരാണ്? ബലഹീന പാത്രം എന്നല്ലേ, അല്ലെ? അവര് ബലഹീന പാത്രം എന്ന് പറയാൻ എത്ര പറഞ്ഞു കൊടുത്താലും എത്ര പഠിപ്പിച്ചാലും എത്ര കേട്ടാലും ഇനി ആരല്ല കർത്താവ് എന്ന് പറഞ്ഞാലും ഇവര് പരിജ്ഞാനം എന്ത് ചെയ്യത്തില്ല, പൂർണ്ണമായിട്ട് പ്രാപിക്കുകയല്ല. അതാ അവരുടെ ആ സൃഷ്ടിയോടുള്ള ബന്ധത്തിലെ പരിമിതിയാണ്, അവരുടെ കുറ്റമല്ല. അതുകൊണ്ടാണ് പത്രോസ് ഓർപ്പിക്കുന്നത്, സ്ത്രീജനം ബലഹീന പാത്രം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് അവർക്ക് എന്ത് കൊടുക്കണം? കൂട്ടായ്മ കൊടുക്കണമെന്ന് പറയുന്നതിന്റെ റീസൺ അതാ. ഓക്കെ, ഞാൻ അത് വിട്ടു, അതല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പൊ എത്ര പഠിപ്പിച്ചിട്ടും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അതിന് 2 ഉദാഹരണവും പൗലോസ് പറഞ്ഞു. ആരാണ്? എന്നോസും എംബ്രോസും മോശയോട് എതിർത്തുന്നത് പോലെ തന്നെ ഇവരും എന്ത് ചെയ്യുന്നു? സത്യത്തോട് മറത്തു നിൽക്കുന്നു. കേട്ടോ, സത്യത്തോട് മറത്തു നിൽക്കുന്നു. അടുത്ത വാക്ക് ശ്രദ്ധിച്ചു നോക്കിയേ. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും അത്രേ, ഇവർ അധികം മുഴുക്കുകയില്ല. മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. അപ്പൊ നോക്കിക്കേ, പൗലോസ് എഴുതുക, അന്ത്യകാലഘട്ടത്തിൽ ദൈവസഭയിൽ വിവിധ നിലവാരത്തിലേക്ക് വിശ്വാസികളുടെയും ശുശ്രൂഷകന്മാരുടെയൊക്കെ കാറ്റഗറിക്ക് മാറ്റം വരും. 1-ാമത്തെ വാക്യം വായിക്കുക. അന്ത്യകാല ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. മനുഷ്യരാരാണ്? സ്വസ്നേഹികളാകും, ദ്രവ്യാഗ്രഹികളാകും. ഈ കള്ളപ്രവാചകന്മാരെ കുറിച്ച് പത്രോസ് പറയുന്നത്, അവർ ദ്രവ്യാഗ്രഹത്താൽ കൗശലവാക്ക് പറഞ്ഞ് ശുശ്രൂഷയെ എന്താക്കും? ബിസിനസ് ആക്കുമെന്നാ പത്രോസ് പറയുന്നത്. വാണിഭം എന്നാ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്, അല്ലെ? ഇംഗ്ലീഷിൽ അത് ബിസിനസ് എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. ദ്രവ്യാഗ്രഹത്താൽ എത്ര ഉദാഹരണമുണ്ട്. പ്രത്യേകിച്ച് ബിലയാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അങ്ങനല്ലേ? ബിലയാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് 1 ബിലയാമിന്റെ വഴി, 2 ബിലയാമിന്റെ ഉപദേശം, പിന്നെ ഒന്നുകൂടെ ഉണ്ട്. എന്താ? ബിലയാമിന്റെ, ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ആ കാര്യം. ബിലയാമിന്റെ വഞ്ചന എന്ന് നമ്മൾ വായിക്കുന്നത് യൂദയുടെ ലേഖനം 11-ാമത്തെ വാക്യത്തില് ബിലയാമിന്റെ വഞ്ചന, ബിലയാമിന്റെ വഴി. 2 പത്രോസിന്റെ ലേഖനം 2:15 ബിലയാമിന്റെ വഴിയെ കുറിച്ച് പത്രോസ് പറയുന്നത്. 3-ാമത് വെളിപ്പാട് 2:14 ബിലയാമിന്റെ ഉപദേശം. ഇത് 3ഉം ഈ മനുഷ്യരിൽ നിന്ന് പുറപ്പെട്ട വസ്തുക്കളാണ്. എന്തിന്റെ അടിസ്ഥാനം? ദ്രവ്യാഗ്രഹമായിരുന്നു. ബാലാക്ക് വെച്ചു നീട്ടിയ ദ്രവ്യത്തിനു വേണ്ടിയാണ് 3 കാര്യങ്ങളാണ് ഈ മനുഷ്യനിലൂടെ പുറത്തേക്ക് വന്നത്. അതിന്നും എന്ത് ചെയ്യുന്നു? ഒരു റൊട്ടേഷൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. 1 ബിലയാമിന്റെ വഴി ഇന്നും തെരഞ്ഞെടുത്തിരിക്കുന്നവരുണ്ട്, അത് പത്രോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. 2 ബിലയാമിന്റെ വഞ്ചന യൂദ പറയുന്നു, അത് ഇന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ബിലയാം വഞ്ചിച്ചതുപോലെ ഇന്നും അനേകരെ ആ ശുശ്രൂഷയിലൂടെ തന്നെ അനേകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. 3 ബിലയാമിന്റെ ഉപദേശം. അത് വെളിപ്പാടിൽ നമുക്ക് സഭയ്ക്കകത്ത് എടുത്തു പറയുകയാണ്. ബിലയാമിന്റെ ഉപദേശം സ്വീകരിച്ചവരെ, മുറുകെ പിടിച്ചിരിക്കുന്നവരെ എവിടെ ഉണ്ട്? ആ കാലഘട്ടത്തില് സഭയ്ക്കകത്തുണ്ട്. 2:14 നമുക്ക് വായിക്കാൻ കഴിയും. അപ്പൊ നോക്കിക്കേ, ആ ഒരു മനുഷ്യൻ മുൻപോട്ട് വെച്ച 3 മാർഗങ്ങൾ, അത് സഭ ഇവിടുന്ന് മാറ്റപ്പെടുന്നിടം വരെയും ലോകത്തിലുണ്ട്. ശുശ്രൂഷക വൃന്ദങ്ങൾക്കിടയിൽ, വിശ്വാസികളുടെ ഇടയിൽ. കേട്ടോ, ഇതിന്റെ അടിസ്ഥാനം എന്താണ്? അല്ലെങ്കിൽ ഇത് 3ഉം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ദ്രവ്യാഗ്രഹമാണ്. അപ്പൊ ഇവിടെയും പത്രോസും പൗലോസും ഒക്കെ അത് തന്നെ ഓർപ്പിച്ചത്. ഇതെല്ലാം പണത്തിനു വേണ്ടിയാണ് മനുഷ്യൻ ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? പറയുന്നതും പ്രവർത്തിക്കുന്നതും. പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഇവർ പണം ഉണ്ടാക്കുക മാത്രമല്ല, അത് മുഖാന്തരം ഒരുപാട് ആളുകൾ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച്, നേരായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നിത്യത അവർക്ക് ലഭ്യമാകാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന യാഥാർത്ഥ്യം. അതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കാം, ശ്രദ്ധിച്ചാട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയാൽ, ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനത്തിലൂടെയും നമുക്ക്
ഇപ്രകാരമുള്ളതിനെ തിരിച്ചറിയുവാനായിട്ട് കഴിയും. അതിനാണ് നമുക്ക് ദൈവവചനം എന്ത് ചെയ്തിരിക്കുന്നത്, തന്നിരിക്കുന്നത്. അല്ലാതെ വായിച്ച് നമുക്ക് കുറെ പ്രസംഗം നടത്താൻ വേണ്ടി മാത്രമല്ല അതിന് ദൈവവചനം ആവശ്യമാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഓർക്കുക, പലതിനെയും തിരിച്ചറിയേണ്ടതും ദൈവവചനത്തിലൂടെയാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നതും അതിന്റെ ഒരു യൂസേജ് അതാണ്, പലതിനെയും നമുക്ക് തിരിച്ചറിയുവാനായിട്ട്. ഓക്കെ, ഞാൻ ആ പോയിന്റ് അവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ കള വിതയ്ക്കുന്ന രണ്ടാമത്തെ കളം എന്ന് പറയുന്നത് പ്രവാചക ശുശ്രൂഷക വൃന്ദങ്ങൾക്കകത്ത് പിശാച് കള വിതയ്ക്കും. ഇനി മൂന്നാമത്തെ കളത്തിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ കളം എന്ന് പറയുന്നത് ഇടയന്മാരാണ്, അല്ലെ? മൂന്നാമത്തെ കളം ഈ ശുശ്രൂഷക വൃന്ദങ്ങളിൽ ഏതാണ്? അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്. മൂന്നാമത്തേത് ഇടയന്മാരാണ്. നമുക്കറിയാം, ഈ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതമായ രണ്ട് വാക്യഭാഗങ്ങളുണ്ട്. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇരമ്യാവ് പറയുന്നതും യെശയ്യാവ് പറയുന്നതുമായ യെശയ്യാ 56:11 ഇരമ്യാ 12:10 ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇടയന്മാരെ കുറിച്ച് പറയുന്നു. അത് നിങ്ങൾക്ക് വലിയ അറിവുള്ള കാര്യമായിട്ട് ഞാൻ അവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നിൽക്കേണ്ട ആവശ്യകതയില്ലെങ്കിലും ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാൻ. ജസ്റ്റ് യെശയ്യാ 56:11 നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ, ഈ ഇടയന്മാരോ. കണ്ടോ, അവരെ നായ്ക്കളെന്ന് വിളിച്ചിട്ടാണ് താഴോട്ട് പറയുന്ന കാര്യം. ശ്രദ്ധിക്കണം കേട്ടോ. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ, ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവർ. കണ്ടോ, അപ്പം ഇടയന്മാരെ സംബന്ധിച്ച് ഈ അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു വരുമ്പോൾ ഒടുവിൽ ആ അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ യെശയ്യാവിലൂടെ ദൈവം സംസാരിക്കുകയാണ്. ഈ നായ്ക്കൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് 11. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ. അപ്പൊ ഈ ഇടയന്മാരെ സംബന്ധിച്ച് ഒരു കാര്യം എടുത്തിവിടെ എഴുതിയിരിക്കുക: ഇവർക്ക് ഒരിക്കലും തൃപ്തി, എത്ര കിട്ടിയാലും തികയില്ല. അങ്ങനാണല്ലോ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് മേടിച്ച ശീലമേ ഉള്ളൂ, പലപ്പോഴും കൊടുത്തുള്ള ശീലം കുറവ്. കിട്ടണം കിട്ടണം കിട്ടണം, ഈ തരിക തരിക അല്ലെ നമ്മളങ്ങനെ വായിക്കുന്നത്. തരിക തരിക എന്ന് പറയുന്ന കണ്ണട്ടയുടെ മക്കളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, അല്ലെ? നമുക്ക് ഇങ്ങനെ എത്ര കിട്ടിയാലും മതി എന്ന് പറയും. ഇനി എത്ര ഉണ്ടെങ്കിലും ഉണ്ടെന്നും പറയത്തില്ല, അങ്ങനല്ലേ? നമ്മളെ കുറിച്ചായിട്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. നമ്മളെല്ലാവരും എത്ര കിട്ടിയാലും തൃപ്തിയില്ല, എത്ര കിട്ടിയാലും ഉണ്ടെങ്കിൽ ഉണ്ടെന്നും എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. അതാണ് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ പറയുമ്പോ, എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത കൊതിയന്മാർ. ആണോ, തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ, ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവർ. കണ്ടോ, അടുത്ത പ്രത്യേകത പറയാ. സൂക്ഷിക്കാൻ ആരെയാ ഇടയൻ സൂക്ഷിക്കേണ്ടത്? ആടുകളെ. തന്റെ കൈക്കീഴിൽ അജഗണ പരിപാലനത്തിനായിട്ട് ശ്രേഷ്ഠ ഇടയൻ ഏൽപ്പിച്ച ആടുകളെ സൂക്ഷിക്കേണ്ട ഇടയന് ആടുകളെ എന്ത് ചെയ്യുന്നില്ല, ഇപ്പൊ സൂക്ഷിക്കുന്നില്ല. ആടുകൾ പലതും നമ്മള് വാർത്ത വായിക്കുക അല്ലെങ്കിൽ മൊബൈലിൽ വിളിക്കുമ്പോൾ ഇടയ്ക്ക് പറയത്തില്ല, നിങ്ങൾ വിളിക്കുന്ന പരിധിക്ക് പുറത്താണ് എന്ന് പറയുന്നത് പോലെ പല ആടുകളും ഇന്ന് എവിടെയാണ്? ഇടയന്റെ പരിധിയൊക്കെ ലംഘിച്ച് പരിധിക്കൊക്കെ അപ്പുറത്ത് ഇടയനുമായിട്ട് ഒരു പരിധിയും ഇല്ലാത്ത നിലവാരത്തിലേക്കായി പോയി എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥമായിട്ട് സൂക്ഷിക്കാൻ അറിയാത്ത ഇടയന്മാർ. ഓക്കെ, ഇനി അടുത്ത വാക്കിലേക്ക് വന്നു നോക്കിയേ. ഇടയന്മാരെ സൂക്ഷിപ്പാൻ അറിയാത്തവർ, അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താന്റെ വഴിക്കും ഓരോരുത്തൻ താന്താന്റെ ലാഭത്തിലേക്കും തിരിഞ്ഞിരിക്കുന്നു. കണ്ടോ, അവനവന്റെ ലാഭം മാത്രം ലക്ഷ്യമാക്കിയ ഇടയന്മാര് പഴയ നിയമ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഇന്നും ഇതൊട്ടും വിഭിന്നതയില്ല എന്നുള്ളതൊരു സത്യമാണ്. എല്ലാവർക്കും മുച്ചീട്ട് കളി പോലെ 1 വെച്ച 2, 2 വെച്ച 4 ഇത് വേണം, അല്ലേ? എല്ലാവർക്കും ലാഭം മാത്രം മതി, ആദായം മാത്രം മതി. ആദായമില്ലാത്തൊരു കേസ് നമ്മൾ പിടിക്കുകയല്ല, ലാഭമില്ലാത്ത ഒരു പരിപാടിക്ക് നമ്മൾ എന്ത് ചെയ്യത്തില്ല, പോവുക. ഇനി ഇച്ചിരി ആദായം കിട്ടുമെങ്കിൽ ഏത് ധാർമ്മികത കളഞ്ഞും നമ്മൾ എന്ത് ചെയ്യും? ഇറങ്ങി ചെല്ലാനും
പോകാനും വരാനും പ്രവർത്തിക്കാനും നമ്മൾ സന്നദ്ധരാണ്. കാരണം അത്രേ ഉള്ളൂ, നമുക്ക് അല്പം കാശ് കിട്ടണം, ലാഭം ഉണ്ടാകണം. ഈ ഒരു കൺസെപ്റ്റിലേക്ക് മാറിയിരിക്കുകയാണ്. പഴയ നിയമ കാലഘട്ടത്തിലും ഇടയന്മാരുടെ അവസ്ഥയെക്കുറിച്ച് ദൈവം വളരെ വിലാപത്തോടെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്നും അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ശ്രദ്ധിച്ചു നോക്കിയേ, ഇരമ്യാവിലേക്ക് ഞാൻ വരട്ടെ. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 12-10 വാക്യം വായിക്കാം. ഇരമ്യ 12:10 ആ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അനേകം ഇടയന്മാർ എന്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുകയും എന്റെ ഓഹരിയെ ചവിട്ടിക്കളയുകയും എന്റെ മനോഹരമായ ഓഹരിയെ ശൂന്യമരുഭൂമിയാക്കിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. ആരാ ഇത് ചെയ്തിരിക്കുന്നത്? ഇടയന്മാർ. കേട്ടോ, ഇത് പഴയ നിയമ കാലഘട്ടത്തിൽ സംഭവിച്ച യാഥാർത്ഥ്യത്തെ ഇരമ്യാ പ്രവാചകനിലൂടെയും ദൈവം അരുളി ചെയ്യുമ്പോൾ പറയുകയാണ്. നോക്കി, ഞാൻ ഒന്നുകൂടെ വാക്യം വായിക്കാം. അനേകം ഇടയന്മാർ എന്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുകയും. സഭയെക്കുറിച്ചും കർത്താവ് പറഞ്ഞത് അത് തന്നെയല്ലേ? ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളി, നിങ്ങൾ മുന്തിരിയാണെന്ന കർത്താവ് പറഞ്ഞു, അല്ലേ? അപ്പൊ അനേക ഇടയന്മാരും എന്ത് ചെയ്തിരിക്കുക? ഇപ്പം തങ്ങളെ ഏൽപ്പിച്ച മുന്തിരിത്തോട്ടത്തെ നശിപ്പിച്ചിരിക്കുക, ചവിട്ടിക്കളഞ്ഞിരിക്കുക. ഞാൻ ഒത്തിരി വ്യാഖ്യാനം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനകത്ത് ഈ ക്ലാസ്സുകളൊക്കെ പങ്കെടുക്കുന്നത് നല്ലൊരു ശതമാനം കർത്തദാസന്മാരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ദൈവദാസന്മാരെ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മളെപ്പോഴും നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തെ വിസ്മരിച്ചു കളയരുത്. നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ ഒരിക്കലും നമ്മൾ മറന്ന് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയും ധനലാഭത്തിന് വേണ്ടിയും ഒരിക്കലും നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തിന് പ്രാധാന്യത കുറച്ച് കാണരുത്. കാരണം തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു നാളിൽ നമ്മുടെ ശുശ്രൂഷയുടെ കണക്ക് നാം കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. ഇബ്രായ ലേഖനം 13-ാം അധ്യായം എഴുതുമ്പോൾ പൗലോസ് അത് പറഞ്ഞാണ് ആ അധ്യായം കൺക്ലൂഡ് ചെയ്യുന്നത്. പൗലോസ് പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കുക, അവര് ഞരങ്ങിക്കൊണ്ട് ആ ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങൾ ഒരിക്കലും ഇടയാക്കരുത്. വിശ്വാസികളോട് പറഞ്ഞു. എന്നിട്ട് നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ, അവര് നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി കണക്ക് ബോധിപ്പിക്കേണ്ടിവരാകുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, നമ്മെ ദൈവം ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തെ, അതിനോടുള്ള ആ ആത്മാക്കളോടുള്ള ഉത്തരവാദിത്വം വളരെ വിശ്വസ്തയോടും കൃത്യതയോടും കൂടെ നിർവഹിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് നമ്മൾ. കാരണം ഇടയശ്രേഷ്ഠൻ ഒരു നാള് നമ്മളെ ഏൽപ്പിച്ച ആടിന്റെ കണക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. കേവലം ഈ ലോകത്തിന്റെ ഒരു അജപരിപാലനം തന്നെ നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയും, ഈ യാക്കോബ് ലാബാനോട് പറയുന്നൊരു വാക്കില്ലേ, തന്നെ ഏൽപ്പിച്ച ആടിന്റെ കണക്ക് കാര്യം പറയുമ്പോൾ യാക്കോബ് പറയുന്നൊരു വാക്കുണ്ട്, എന്നെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ ഞാൻ സൂക്ഷിച്ചു. ഇനി ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടാൻ അതിന്റെ കണക്ക് പോലും ഞാൻ എന്ത് ചെയ്തു? നിനക്ക് ചെയ്ത് തന്നു തീർത്തവനാണെന്നാ പറയുന്നത്. കാരണം എന്താ? കേവലം ഈ ലോകത്തില് 10 ആടുകളെ മേയ്ക്കാനായിട്ട് ഒരാൾ ഏൽപ്പിച്ചെങ്കിൽ ആ ഒരാട്ടിൻകൂട്ടിൽ ഒരാടിനോട് പോലും അത്രയ്ക്ക് ബാധ്യതയും ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവനാണെങ്കിൽ, സർവ്വലോകത്തെക്കാട്ടിലും വിലയേറിയ ആത്മാവിന്റെ ദൗത്യത്തോടുള്ള ബന്ധത്തിൽ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ എത്രത്തോളം ഭയത്തോടും കൃത്യതയോടും വിശ്വസതയോടും നിർവഹിക്കണമെന്നുള്ളത് ദൈവദാസന്മാരെ നമ്മൾ തിരിച്ചറിയണം. ഇവിടെ നമ്മൾ വായിച്ച വാക്യം എന്ന് പറഞ്ഞ് നോക്കുകയും, അനേകം ഇടയന്മാർ എന്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുകയും എന്റെ ഓഹരിയെ ചവിട്ടിക്കളയുകയും എന്റെ മനോഹരമായ ഓഹരിയെ ശൂന്യ മരുഭൂമിയാക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നും നമ്മൾ വളരെ വേദനയോടെ ഓർക്കേണ്ടിയ പല കാര്യങ്ങളില്ലേ? എത്രയോ ദൈവദാസന്മാരുടെ നിർബന്ധ ബുദ്ധി, ചില പിടിവാശികള്, ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാകാത്തത് കൊണ്ട് എത്രയോ സഭകൾ 2-3 കഷണങ്ങളായിട്ട് വെട്ടിമുറിക്കപ്പെട്ടിട്ടുണ്ട്, ഇല്ലേ? നമ്മൾ ചിന്തിച്ചാൽ, കാരണം ഞാൻ ഒരു 10-30 വർഷത്തോളമായി കർത്തൃവേലയിലായിട്ട് ഈ 30 വർഷത്തെ ശുശ്രൂഷയിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. വളരെ വേദനയോടെ പലപ്പോഴും മനസ്സിലാക്കിയ കാര്യമാണ്. ഡിസ്ട്രിക്റ്റിന്റെ വൈസ് പ്രസിഡന്റായും സെക്രട്ടറി ആയിട്ടൊക്കെ ദീർഘവർഷങ്ങൾ ഞാൻ നിലമ്പൂർ സേവനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സഭാപരമായ പ്രശ്നങ്ങളിൽ സെന്ററിന് ഇടപെടേണ്ടി വന്ന സമയത്ത് ഇടപെട്ടിട്ടുണ്ട്.
അന്നേരമൊക്കെ വേദനയോടെ മനസ്സിലാക്കിയ ഒരു സത്യം എന്ന് പറയുന്നത്, ദൈവദാസന്മാര് കാണിക്കാമായിരുന്ന കൊച്ചു വിട്ടുവീഴ്ച, ഒരു വിട്ടുവീഴ്ച കർത്തദാസന്റെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ പല സഭകളും പിളർന്ന് 2ഉം 3ഉം കഷണമാകത്തില്ലായിരുന്നു. വളരെ വേദന, വളരെ സങ്കടം എനിക്ക് തോന്നിയിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. കാരണം എന്നറിയാമോ, ദൈവദാസന്മാരെ നമുക്കൊരു വിട്ടുവീഴ്ചയ്ക്ക് മനോഭാവം ഇല്ലെങ്കിൽ ലോകത്തിൽ പിന്നെ ആർക്ക് വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് കഴിയും? അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഐക്യമായിട്ട് സന്തോഷകരമായി പോയിക്കൊണ്ടിരുന്ന പല സഭകളും തല്ലിപ്പിരിഞ്ഞ് 2ആയി, 2ഉം പക്ഷമായി, 3 ഗ്രൂപ്പായി, പല പ്രസ്ഥാനങ്ങളായി. എത്രയോ സഭകളുടെ അവസ്ഥ നമുക്ക് നമ്മുടെ ശുശ്രൂഷ കാലയളവിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയേണ്ട ദൈവദാസന്മാരെ, നമ്മളിരിക്കുന്ന സഭയിൽ നിന്ന് 6 മാസത്തിനുള്ളിൽ അവിടുന്ന് മാറേണ്ടി വന്നാൽ പോലും ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് നാൾ ഇരുന്നില്ലെങ്കിലും നമ്മുടെ ശുശ്രൂഷയിൽ ഒരു സഭയ്ക്ക് ഒരു കേട് വരാനിടയാണ്. നമ്മൾ മാറിപ്പോയാൽ നമുക്ക് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. പക്ഷെ നമ്മൾ അവിടെ ഇരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കുക, എത്ര കുടുംബങ്ങളായിരിക്കും എന്നറിയാമോ അത് മുഖാന്തരം സഭയിൽ നിന്ന് നഷ്ടപ്പെടുന്നതും, ഒരു സഭയുടെ ആണി അല്ലെങ്കിൽ ആണിക്കല്ല് നമ്മൾ തകർത്തു കളയുന്നതും, ആ ദേശത്തെ വേലയെ നമ്മൾ ഇല്ലാതാക്കി കളയൊക്കെ ചെയ്യുവാൻ മുഖാന്തരമായിട്ട് എന്ത് ചെയ്യും? മാറും നമ്മുടെ ഒരു വിട്ടുവീഴ്ചയില്ലായ്മ എന്ന് പറയുന്നത്. അത് പലപ്പോഴും ദൈവദാസന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മെ കർത്താവ് വേലയ്ക്ക് വിളിച്ചെങ്കിൽ ഒരു സഭയിൽ നിന്ന് 6 മാസത്തിനുള്ളിൽ മാറിപ്പോകേണ്ടി വന്ന സന്തോഷത്തോടെ മാറിപ്പോകുക. കാരണം ആ സഭ അവിടെ ദേശത്ത് നിലനിൽക്കേണ്ടത് കർത്താവിന്റെ ആവശ്യമാണ്. നമുക്ക് എവിടെ ചെന്നാലും ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്യാൻ കഴിയും. പക്ഷേ അങ്ങനെയുള്ള വിട്ടുവീഴ്ച ചെയ്യാത്തതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള സങ്കടകരമായ പല അനുഭവങ്ങളും ശുശ്രൂഷ വേളയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആരുടെ ശുശ്രൂഷയിൽ അങ്ങനെ വരാതിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം എന്തറിയാമോ, ദൈവസഭയെ പണിയാനാ ദൈവം നമ്മെ ഏൽപ്പിച്ചത്, പൊളിക്കാനല്ല, തകർക്കാനല്ല. ആ ഒരു കാര്യം എപ്പോഴും നമ്മൾ തിരിച്ചറിയുക. നാട്ടിൻകൂട്ടത്തിന് മാതൃകയായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ടാണ് കർത്താവ് നമ്മെ ഈ ശുശ്രൂഷ ഫലമേൽപ്പിച്ചത് എന്ന് ഓർക്കുക. നമ്മളെല്ലാം ഇടയന്മാരായതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ഞാൻ അടുത്തൊരു വാക്യം പറയാൻ വായിച്ച് അവസാനിപ്പിക്കുക. യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായത്തിലേക്ക് വന്നേ. 23-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് യിരെമ്യാവ് വീണ്ടും പറയുന്നത്: എന്റെ മേച്ചിൽ പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവയുടെ അരുളപ്പാട്. കണ്ടോ, എന്റെ മേച്ചിൽ പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. അതുകൊണ്ട് തന്റെ ജനത്തെ മേയിക്കുന്ന ഇടയന്മാരെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ എന്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ, ആ വാക്കാ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇതാ ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ ഞാൻ അവയെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും. അവ വർദ്ധിച്ച് പെരുകും. താഴോട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇതെല്ലാം ദൈവമായ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഇടയ ശുശ്രൂഷ ഒരു വലിയ ദൗത്യമാണ്, ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം അത് വിശ്വസ്തയോടെ ചെയ്യേണ്ടതാണ്. അപ്പൊ ഓർക്കേണ്ട ഒരു കാര്യം എന്താ, നമ്മുടെ വിഷയത്തോട് ചേർത്ത് ചിന്തിച്ചാൽ, നമ്മളെ ഏൽപ്പിച്ച ഇടയ ശുശ്രൂഷയ്ക്കകത്ത് നാം അറിയാതെ ശത്രു കള വിതച്ചു പോയാൽ ആ കള നമ്മുടെ ശുശ്രൂഷ അനുഭവിക്കുന്ന ആടുകളെ ചിതറിച്ചു കളയും, ഭിന്നിപ്പിച്ചു കളയും. കാരണം ഇടയന്റെ ശുശ്രൂഷയിൽ ദോഷം വരുന്നത് ആർക്കാ? ആടിന്. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത്. ഒരു ഇടയന്റെ ശുശ്രൂഷയ്ക്കകത്ത് കള കയറിയാൽ ആടുകൾക്കാണ് എന്ത് അതിന്റെ പരിണിത ഫലം ഉണ്ടാകുന്നത്, സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആടുകളുടെ വലിയ ഇടയൻ തന്റെ ആടുകളെ നടത്തുവാനാക്കി വെച്ചിരിക്കുന്ന ഇടയന്മാരിലും ശത്രുക്കൾ കള വിതയ്ക്കാറുണ്ട്.
ആടുകളെ സൂക്ഷിപ്പാൻ അറിയാത്തവരും താന്തവന്റെ വഴിക്കും സ്വന്തം ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നവരും ശത്രു വിതച്ചിരിക്കുന്ന കളങ്ങളാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ആടുകളെ, തന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആടുകളെ സൂക്ഷിക്കാൻ അറിയാത്തവരും താന്തവന്റെ വഴിക്കും സ്വന്തം ലാഭത്തിനും തിരിഞ്ഞ് ഇടയ ശുശ്രൂഷ ചെയ്യുന്നവരും ശത്രുവിന്റെ കള വിതയ്ക്കപ്പെട്ട ഗണത്തിലാണ്. കള വിതയ്ക്കപ്പെടാത്ത അല്ലെങ്കിൽ കള ഏശാത്ത ഒരു ഇടയനും ആടുകളെ സൂക്ഷിക്കാൻ അറിയാത്തവനാകുകയില്ല. അവനെ തന്നെ ആടുകളെ നന്നായി പരിപാലിക്കുന്നവനും സൂക്ഷിക്കുന്നവനും. നമുക്കറിയാം, ദാവീദ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ഇടയനാണ്, അല്ലെ? തന്റെ ഒരാട്ടിൻകുട്ടിയെ പിടിക്കാനായിട്ട് വന്ന കഥ ദാവീദ് തന്നെ പറയുന്നുണ്ട് ശൗലിനോട്, അല്ലേ? ഒരിക്കലും എന്റെ ആടുകളെ പിടിക്കാൻ ഒരു സിംഹം വന്നു, ഒരു കരടി വന്നു. തന്റെ പ്രാണൻ പോലും, തന്റെ ജീവൻ പോലും കളഞ്ഞാണ് സിംഹത്തോടും കരടിയോടും ഒരാട്ടിൻകുട്ടിക്ക് വേണ്ടി ദാവീദ് എന്ത് ചെയ്തത്? എതിരിട്ടത്, അതിനെ കൊന്നുകളഞ്ഞത്. അപ്പൊ ഓർത്തു നോക്കിക്കേ, ഒരുപാട് ആടുള്ളതിൽ ഒരാട്ടിൻകുട്ടി നഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും പ്രാധാന്യതയാണോ തന്റെ പ്രാണൻ കളഞ്ഞ് തന്റെ ആട്ടിൻകുട്ടിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, അല്ലെങ്കിൽ ഘോരമൃഗവുമായിട്ട് പോരിടാൻ ദാവീദ് തയ്യാറാകുന്നത്? അപ്പോൾ ഒരു ഇടയനോടുള്ള ബന്ധത്തിൽ ദാവീദ് ഒരു ഇടയനായിരിക്കുമ്പോൾ തന്റെ പ്രാണനേക്കാൾ വലുതാണ് തന്നെ ഏൽപ്പിച്ച ഒരാട്ടിൻകുട്ടിയെ കുറിച്ചുള്ള തന്റെ ഉത്തരവാദിത്വം. അത് തന്റെ പ്രാണൻ അല്ലെങ്കിൽ തന്റെ ജീവനല്ല അവിടെ ദാവീദിന് പ്രധാനത. തന്റെ അപ്പൻ തന്നെ ഏൽപ്പിച്ച ഒരാട്ടിൻ കുഞ്ഞു പോലും എന്ത് ചെയ്യാൻ പാടില്ല? ദുഷ്ടമൃഗത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പാടില്ല. അതാണ് തന്റെ കർത്തവ്യബോധം. ആ കർത്തവ്യബോധത്തോടുകൂടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ ഒരു ജനതയെ നയിക്കാൻ പ്രാപ്തനാണെന്ന് തെളിയിച്ചതിന്റെ പിൻപിലെ ചരിത്രം അതാ. അതുകൊണ്ടാണ് അവനെ ഇസ്രായേലിന്റെ രാജസ്ഥാനത്തേക്ക് ദൈവം കാണാനും തെരഞ്ഞെടുക്കാനുള്ള കാരണം. കൊച്ചു ഒരു ആട്ടിൻ പറ്റത്തെ പരിപാലിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരാട്ടിൻ കുഞ്ഞിന് വേണ്ടി ഒരു സിംഹത്തോടും ഒരു കരടിയോടും തന്റെ പ്രാണന് വില കൽപ്പിക്കാതെ പോരിടുവാൻ, അല്ലെങ്കിൽ തന്റെ പ്രാണനേക്കാൾ വലുതാണ് തന്റെ അപ്പൻ ഏൽപ്പിച്ച ഒരാട്ടിൻ കുഞ്ഞെന്നുള്ള ദൗത്യവും ചിന്തയും തന്നെ ഭരിച്ചിരുന്നത് കൊണ്ട് ദൈവം മനസ്സിലാക്കി, ഒരു ജനതയെ ഇവനെ ഏൽപ്പിച്ചാൽ ഇവൻ ആ ജനത്തെ നന്നായി ഭരിക്കാൻ കഴിവുള്ളവനാണെന്നുള്ളത്. ദാവീദ് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെയും സ്വഭാവത്തിലൂടെയും ദൈവഭാഗം തെളിയിച്ചു കൊടുത്തൊരു മനുഷ്യനാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ മുൻപോട്ട് പോകട്ടെ. അപ്പൊ ഇത്തരം ഇടയന്മാര് എന്ന് പറയുന്നത്, കള വിതയ്ക്കപ്പെട്ട ഇടയന്മാര് മുന്തിരിത്തോട്ടം ഇല്ലാതാക്കുകയും ഉന്നതന്റെ ഓഹരിയെ നമ്മൾ വായിച്ചതുപോലെ നശിപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കും. മേച്ചിൽപ്പുറത്തെ ആടുകളെ നശിപ്പിച്ച് അവയെ ചിതറിച്ച് കളയുന്നവരാണ് കള വിതയ്ക്കപ്പെട്ട, കള വീണ ഇടയന്മാരെന്ന് പറയുന്നത്. ആടുകളുടെ മേധസ് തിന്നുകയും ആട്ടുരോമം ഒടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നതല്ലാതെ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ ആടുകളെ ഭരിക്കുന്നവരും നല്ല വിത്തുകൾക്കിടയിലെ കളകൾ എന്താണെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കും. അത് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ ഇരമ്യ 34:2 നിങ്ങൾ വായിച്ചു നോക്കണം. സഖരിയാ പ്രവചനം 11:6 വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ നമ്മൾ വായിക്കുന്നത് ഇടയന്റെ ദൗത്യം എന്ന് പറയുന്നത് എന്താണ്? ബലഹീനമായതിനെ എന്ത് ചെയ്യണം? ശക്തീകരിക്കണം. പുതിയ നിയമത്തിൽ നിങ്ങൾ പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോഴും പൗലോസ് പറയുന്നതിനല്ലേ, ബലഹീനമായതിനെ ചേർത്തുകൊള്ളുക, ഉൾക്കരുത്തില്ലാത്തവരെ എന്ത് ചെയ്യുക? ധൈര്യപ്പെടുത്തുക. അതൊക്കെ ഇടയന്റെ ശുശ്രൂഷയുടെ ഭാഗമാണ്, ഒരിടയന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. കാരണം എല്ലാ ആടുകളും ആരോഗ്യമുള്ളവരാകണമെന്നില്ല, എല്ലാ ആടുകളുടെയും മാനസിക നിലവാരം ഒരുപോലെ ആകണമെന്നില്ല, എല്ലാ ആടുകളുടെയും സാമ്പത്തിക നിലവാരം ഒരുപോലെ ആകണമെന്നില്ല. പല കാറ്റഗറിയാണ്, പല നിലവാരമുള്ളവരാണ്. ചിലര് പല കാര്യങ്ങളിലും ഇച്ചിരി ബലഹീനരായിരിക്കാം. അവരെ ഉപേക്ഷിച്ച് കളയാതെ അവരെ ചേർത്തുകൊണ്ട് അവരെ ബലപ്പെടുത്തി അവരെ ശക്തീകരിച്ച് അവരെ മുൻനിരയിലേക്ക് ശക്തരായവരോടൊപ്പം കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ശുശ്രൂഷകന്റെ ദൗത്യം എന്ന് പറയുന്നത്, ഒരു ഇടയന്റെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പം പഴയ നിയമ കാലഘട്ടത്തിലും എന്താണ്? ആടുകളുടെ മേധസ് കഴിക്കും, ആടുകളുടെ രോമം കൊണ്ടുള്ള ഉടുപ്പ് എന്ത് ചെയ്യും? ഉണ്ടാക്കി അത് ധരിക്കും. എന്നിട്ട് പക്ഷെ എന്ത് ചെയ്യത്തില്ല? ബലഹീനമായതിനെ എന്ത് ചെയ്യത്തില്ല. അപ്പൊ ആടിന്റെ
ആടിനെ കൊണ്ടുള്ള പ്രയോജനം ഇടയൻ നീ ഉപയോഗിക്കും. പക്ഷെ ആടിൽ ഒന്ന് ബലഹീനമായാൽ അതിനെ എന്ത് ചെയ്യത്തില്ല, ബലപ്പെടുത്താനായിട്ട് ശ്രമിക്കത്തില്ല. ഒന്നിന് മുറിവേറ്റാൽ അതിനെ മുറിവ് വെച്ച് കെട്ടി സൗഖ്യമാക്കാനായിട്ട് ശ്രമിക്കത്തില്ല. ഏതെങ്കിലും ഒന്ന് വഴിതെറ്റിപ്പോയാൽ അതിനെ അന്വേഷിച്ച് നേരായ വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യത്തില്ല, പരിശ്രമിക്കത്തില്ല. ഏതെങ്കിലും ഒന്ന് കാണാതെ പോയാല് അതിനെ തിരിഞ്ഞു കിട്ടും വരെ അന്വേഷിക്കാനായിട്ടും തയ്യാറാകത്തില്ല. അങ്ങനെയുള്ള ഇടയന്മാരെ കുറിച്ച് പഴയ നിയമ കാലഘട്ടത്തിലും യിരെമ്യാവും യെശയ്യാവും ഒക്കെ നമ്മെ ഓർപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പിശാച് കള വിതയ്ക്കുന്ന ആത്മീക ശുശ്രൂഷ വൃന്ദത്തിലെ മൂന്നാമത്തെ കളം എന്ന് പറയുന്നത് ഇടയന്മാരാണ്. അപ്പം അപ്പോസ്തലന്മാരുടെ ഇടയിൽ പിശാച് കള വിതച്ചു. അന്നും 1-ാം നൂറ്റാണ്ട് മുതലേ കള അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ട് മുതലേ പ്രവാചകന്മാരുടെ ഇടയിൽ, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഒന്നുണ്ട് പ്രവാചകന്മാരുണ്ട്. അതുകൊണ്ട് കർത്താവ് അന്നും പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളാൻ പറഞ്ഞു. കർത്താവിന്റെ ശുശ്രൂഷ കാലയളവിൽ തന്നെ കർത്താവ് പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിച്ചോളാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇടയന്മാരെ കുറിച്ചും തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. ഇടയന്മാര് അല്ലെങ്കിൽ ഇടയ ശുശ്രൂഷ എന്ന് പറയുന്ന ആ കളത്തിനകത്തും കള വിതയ്ക്കുവാൻ സാധ്യതയുണ്ട്. പിശാച് കള വിതച്ചാൽ, ആ കള വളർന്നാൽ അത് ആടുകൾക്ക് ഹാനികരമായിട്ട് മാറും. ഇടയന്റെ ശുശ്രൂഷയിലൂടെ, ഇടയന്റെ ദൗത്യത്തിലൂടെ, ഇടയൻ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്തൂടെ അത് ആടുകൾക്ക് ദോഷമായി ഭവിക്കും. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്? പിശാച് കള വിതയ്ക്കുന്ന കളങ്ങളാണ്. ഇനി അടുത്ത നിർത്തല അവസാനിപ്പിക്കേണ്ട സമയമായല്ലോ. അടുത്ത ചിന്ത നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ഉപദേഷ്ടാക്കന്മാരും സുവിശേഷകന്മാരുമായ കളങ്ങൾക്കകത്തും പിശാച് കള വിതയ്ക്കാറുണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഭാഗങ്ങൾ ധ്യാനിക്കാം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ ഇന്ന് രാത്രി അനുഗ്രഹിക്കേണ്ട കടന്നു വന്ന് എല്ലാ ദൈവമക്കളോടും ദൈവദാസന്മാരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. പരസ്പരം ഓർക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. ജിജോ പോയി. ഓക്കെ, ജോസ് രാജൻ പാസ്റ്ററെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. അല്പസമയം കർത്താവേ, അവിടുത്തെ വചനത്തിന് മുൻപായി ഞങ്ങൾക്ക് ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. വചനത്തിൽ നിന്ന് പഠിപ്പിക്കുവാൻ കർത്താവേ, അവിടുത്തെ ദാസനെ അവിടുന്ന് ശക്തീകരിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇടയന്മാരുടെ നേരിലും കർത്താവെ, പ്രവാചകന്മാരെയൊക്കെയും അവരുടെ ഇടയിൽ കള വിതയ്ക്കുന്നതിനെ കുറിച്ച് രാത്രിയിൽ സവിസ്തരം സംസാരിപ്പാൻ കർത്താവിന്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. അപ്പൊ ഇടയ ശ്രേഷ്ഠൻ നമുക്ക് നൽകി തന്നിരുന്ന ഇടയ ശുശ്രൂഷ അത് നിവൃത്തിയായി ചെയ്യുവാൻ, തന്റെ ആടുകളെ സൂക്ഷിക്കുന്നവരായി തീരുവാൻ, അത് തകർത്ത് കളയുന്ന അനുഭവമല്ല, അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന അനുഭവത്തെങ്കിലേക്ക് കൊണ്ടുവരേണ്ടതിനായി ഇടയന്മാർ സൂക്ഷിക്കണമെന്നുള്ളതായ നല്ല ആലോചന കർത്താവ് നൽകി തന്നതിനാൽ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. ദാസനെയും കുടുംബമായി അനുഗ്രഹിക്കുമാറാകണമേ, ശക്തീകരിക്കണമേ, ശുശ്രൂഷയെ മാനിക്കണമേ. ദാസിയെയും മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിന്റെ കരങ്ങൾ ഉപയോഗിക്കുമാറാകണമേ എന്ന് ഇവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കർത്താവെ പഠിച്ചതായ ദൈവദാസന്മാരെ എല്ലാവരെയും കരങ്ങൾ ഏൽപ്പിക്കുന്നു. അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ, ഇടയ ശുശ്രൂഷകൾ, സഭയുടെ ആയ ശുശ്രൂഷകൾ മണ്ഡലത്തിൽ കേൾപ്പിച്ച വചനത്തിന് മുൻപാകെ ഒന്നുകൂടെ സമർപ്പിച്ച് നമ്മുടെ ദൈവമായ കർത്താവ് വിടുവിക്കേണ്ടതിനായി ദൈവം ഏൽപ്പിക്കുന്നു. കർത്താവെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രസ് മീഡിയയുടെ പ്രവർത്തനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന ലീഡിയ ദൈവദാസനായി സ്തോത്രം. എല്ലാവരെയും ഒരിക്കൽ കൂടെ കരങ്ങളിൽ തരികയാണ്. കർത്താവ് സഹായിച്ചാണ്. തുടർന്നും ഈ വചനം പഠിക്കുവാൻ അടിങ്ങൾക്ക് കൃപ തരുമാറാകണമേ എന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം, പഠിക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിക്കുവാൻ, കർത്താവെ അത് ശുശ്രൂഷിക്കുവാൻ അടികളെ ബലപ്പെടുത്തണമെന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങൾ പരിമേൽപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസം നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും ഭൂലോകമെന്നുള്ള സകല വിശുദ്ധന്മാരോടും കൂടെയും പ്രത്യേക ഇന്ന് രാത്രി വചനം പഠിപ്പിച്ച ദൈവദാസനോടും ഈ ബ്ലസ് മീഡിയയുടെ പ്രവർത്തനത്തിലും രണ്ടാമത്തെ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ.
അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ പാസ്റ്റർ, വളരെ ഉപകാരം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പോയി. എല്ലാരും പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ കേക്ക്. എന്താ ചെയ്യും? എന്താ ഇവരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം തീരുവോളം നിക്കണ്ടേ? അതെ അതെ, ആമേൻ പറയേണ്ടവർ നിൽക്കുന്നതാണ്. നിക്കേണ്ടതല്ലേ? വേറൊരു കാര്യമല്ലല്ലോ നമ്മള് പറയുന്നേ. അതെ അതെ അതെ, എന്ത് എല്ലാരും പാസ്റ്റർമാരുവാ, എല്ലാരും പാസ്റ്റർമാരുവാ. ഇപ്പൊ ഈ കേട്ടേച്ചാ അതെല്ലാം പോയിരിക്കുന്നു. അതെ അതെ. ഓ, എല്ലാവർക്കും തിരക്കല്ലേ, ഓരോ സമയത്തിന് വിലയല്ലേ. അതെ പാസ്റ്റർ. ഓക്കെ, സ്തോത്രം.